ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ റെസിപ്പി പുതിന ചട്നിയാണ്. ഇത് ചോറിൻ്റെ കൂടെ, ദോശ, ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു 12 പച്ചമുളക് ചേർക്കുന്നുണ്ട്, 4 വെളുത്തുള്ളിയുടെ അല്ലി, 1/2 കപ്പ് തേങ്ങ, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് പുളി കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പച്ചമുളകൊക്കെ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം നമുക്ക്. ഇനി നമുക്ക് പുതിന ചേർത്ത് കൊടുക്കാം. 2 കെട്ട് പുതിന എടുത്തിട്ടുണ്ട്. ഇത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റാം. നമുക്ക് ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അധികം ലൂസായിട്ടല്ല അരച്ചിട്ടുള്ളത്, ഇത്തിരി തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പാകത്തിനാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശയ്ക്ക് ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക്